കുട്ടികളെല്ലാം സ്കൂളിൽ നിന്ന് വരുമ്പോൾ വിശന്ന് ആക്കായിട്ടാണ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി സ്നാക്സ് തയ്യാറാക്കിയാലോ. വീട്ടിൽ പച്ചച്ചെമ്മീൻ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, വേഗം ഇതാ ഈ വീഡിയോയിലുള്ളതുപോലെ ചെയ്തോട്ടാ. വൃത്തിയാക്കി വെച്ച പച്ചച്ചെമ്മീൻ എടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചുവന്നുള്ളി മുറിച്ചത്, അതുപോലെ പച്ചമുളക് മുറിച്ചത് എല്ലാം കൂടി ഇട്ട് ഒരു നുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. അത് തിളച്ച് വരുമ്പോൾ ഒരു കയ്യിലെടുത്തിട്ട് നല്ലോണം അതൊന്ന് ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം മൊത്തത്തിൽ അതിന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അത് അടിച്ചൂറ്റി വെച്ചിട്ട് അടച്ചു വെക്കാം. നിങ്ങൾ ചോദിക്കുന്നത് സ്നാക്സ് കണ്ട് ഇവിടെ നീക്ക് വറവാക്കുന്നതല്ലേ? ഇത് അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് കേട്ടോ. നമുക്ക് ഇത് ലാസ്റ്റ് വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ ഇതെന്നാ സംഭവം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് പതച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെക്കാം. നമ്മളെ ചെമ്മീനിലെ വെള്ളമെല്ലാം നല്ലോണം വറ്റിയ നല്ല ഏകദേശം ഒരു ഡ്രൈ ആയി വരുന്ന സമയത്ത് അതിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിൽ ഒരു നുള്ളു വെള്ളം പോലും ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം അത് കീക്കേണ്ട ഭാഗമായി. ആ സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു നുള്ളു വെളിച്ചെണ്ണ നനച്ചിട്ട് കീച്ച് വെക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള മാവ് കുഴച്ചെടുക്കാം. മാവ് കുഴക്കുമ്പോൾ ഞാൻ ഗോതമ്പ് പൊടി എടുത്തിന്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെ മൈദപ്പൊടി അതെടുക്കുക. ഇനി രണ്ടും കൂടി ഗോതമ്പും മൈദ മിക്സ് ചെയ്തിട്ട് ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്ത് വേണ്ടിക്കും ചെയ്യാം കേട്ടോ, അത് നിങ്ങളെ ഇഷ്ടം പോലെ. ഇത് ഞാൻ ഗോതമ്പ് പൊടി മാത്രം എടുത്തതിന് കാരണം മൈദപ്പൊടി ഉണ്ടായില്ല. അത് ഏകദേശം നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പരുവത്തിൽ കുഴച്ചെടുക്കുക. എന്നിട്ട് ഓരോ ഉണ്ടകളാക്കി നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നില്ലേ അതേ വലിപ്പത്തിൽ നന്നായിട്ട് പരത്തിയെടുക്കുക. ചെമ്മീൻ ഏകദേശം റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് മാവെല്ലാം കുഴച്ച് നല്ല സെറ്റാക്കി വെച്ചിന്. മാവ് കുഴച്ച് ഉണ്ടയാക്കി അത് പരത്തി നല്ല ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ. ശരിക്കും വട്ടൊന്നുമില്ല കേട്ടോ, ഇത് നമ്മൾ മാത്രം തന്നല്ലേ, വലിയ ഹോട്ടലിലൊന്നും കൊടുക്കുന്നതൊന്നുമല്ലല്ലോ. ഇതാ കണ്ടുവാ, ഇത്രയും എടുത്തില്ല. അത് ഏകദേശം ചപ്പാത്തിൻ്റെ ഉണ്ടയാക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. അത് ഏകദേശം നമ്മളൊരു ഉള്ളം കൈയിൻ്റെ പകുതി ഭാഗം കൊള്ളുന്ന വിധത്തിൽ ഒരു ഉണ്ടയെടുക്കുക. എന്നിട്ടത് രണ്ട് കൈ കൊണ്ടും ഇതുപോലെ തേച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പരത്തി എടുക്കാം കേട്ടോ. ഒരു നുള്ളു പൊടിയും കൂട്ടിയിട്ട് അങ്ങനെ മാവെല്ലാം പരത്തി വരുമ്പോഴത്തേക്ക് നമ്മളിതാ റോസ്റ്റ് റെഡിയായി. നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. കാരണം വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒരു നുള്ള വെളിച്ചെണ്ണയെല്ലാം നനക്കുമ്പോഴത്തേക്ക് അത് നല്ലൊരു പ്രത്യേക മണം. അത് വെറുതെ തന്നെ വരത്തുന്നാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഉപ്പ് നോക്കാൻ മറന്നു പോകാൻ പാടില്ല കേട്ടോ. ഞാൻ നോക്കിയിരിക്കാം, ഉപ്പ് കണക്കായതുകൊണ്ടാണ് പിന്നെ ഞാൻ നോക്കാൻ. ഇനി നമ്മൾ അടുത്തതായി എന്താ ചെയ്യാൻ പോകുന്നത് നോക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പരത്തി വെച്ച ചപ്പാത്തീൻ്റെ മാവില്ലേ അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട്, അതായത് പകുതി ഭാഗം മാത്രമേ കുറച്ച് കുറച്ചായിട്ടിട്ട് നന്നായിട്ട് പരത്തി എടുത്ത ശേഷം അത് നടുക്ക് കൂടെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്ത ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗം വരുന്നില്ലേ അവിടെ നന്നായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് മൊത്തം ആ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ കവർ ചെയ്യുന്ന സമയത്ത് അത് മസാല പുറത്തേക്ക് വരില്ല. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും കൂടിയിട്ട് പരത്തി വെച്ച മാവില്ലേ അതിലേക്ക് ഇതുപോലെ മസാല ഇട്ടിട്ട് കുഴച്ചെടുക്കാം. ചെമ്മീൻ മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് ചിക്കൻ ആക്കാം, ഇതുപോലെ മസാല ഇട്ട് മുട്ടയാക്കാം. എല്ലാം നല്ല ടേസ്റ്റാണ്. എൻ്റെ ചെമ്മീൻ ഉള്ളതുകൊണ്ട് ചെമ്മീൻ ആക്കിയതേ ഉള്ളൂ. കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. എരിവെല്ലാം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടാൽ മതി. അഥവാ നന്നായി എരിവ് പറ്റാത്ത കുട്ടികളാണെങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ഒരു 2 പച്ചമുളക് കീറിയിട്ടാൽ മതി. അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളിതാ ഈ ചപ്പാത്തിയെല്ലാം ചുടുന്നത് പോലെ നമുക്കിതുപോലെ ചുട്ടെടുക്കാം. പരത്തിയെടുക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ മറിച്ചിടുക. 2 സൈഡ് അപ്പുറവും ഇപ്പുറമായിട്ട് മറിച്ചിട്ട് നന്നായിട്ട് ഏകദേശം അത് നമ്മൾ ചപ്പാത്തി നമ്മളിത് ആക്കിയെടുക്കുന്നില്ലേ, പാകത്തിന് എടുക്കുന്നില്ലേ, അതുപോലെ ഈ പരുവത്തിലാവുമ്പോൾ 2 ഭാഗവും ഇതുപോലെ പരുവത്തിലാവുമ്പോൾ നമുക്കെടുക്കാം. എന്നാൽ പിന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ മസാല കൊണ്ടുപോവാ. ഇത് ആക്കിയപാടായതുകൊണ്ട് നല്ല ചൂടുണ്ട്. അതും നല്ല ചൂടില്ല കട്ടൻ ചായയും ഊതി കുടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ
പിന്നെ ഒന്നും വേണ്ട, മഴയിലാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും ആക്കി നോക്കണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ചെയ്യണം.